ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സദ്യയ്ക്കുള്ള പരിപ്പാണ്. അതിനു വേണ്ടി 1 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. ഈ പയർ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഇതിനെ അരഞ്ഞെടുക്കാം. ഞാൻ എപ്പോഴും പരിപ്പ് വയ്ക്കുന്നത് പയർ വറുത്ത് അരങ്ങിയാണ് വയ്ക്കുന്നത്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഇളക്കുമ്പോൾ ഇത് മൂത്ത് വരും. പയർ മൂത്ത് വന്നു. ഇത് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരങ്ങിയെടുക്കാം. ഇല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് അരങ്ങിയെടുക്കാം. അരങ്ങിയതിന് ശേഷം നമ്മൾ ഇത് മുറത്തിലിട്ട് പാറ്റണം. അപ്പോൾ ഇതിൻ്റെ തോടെല്ലാം മാറിക്കിട്ടും. വേഗം തണുക്കണമെങ്കിൽ നമ്മൾ ഇതൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ പയർ അരങ്ങി പാറ്റിയെടുത്തു. ഇനി നമുക്ക് ഇത് കഴുകി ഒരു കുക്കറിലിട്ട് വേവിക്കാം. പയർ കഴുകിയത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതിടാം. 5-6 കഷ്ണം ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പയർ വേകുവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു അരമുറിയുടെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. 2-3 കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂണിന് വേണ്ടി ജീരകം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരയുവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. പരിപ്പ് വെന്തോന്ന് നമുക്ക് നോക്കാം. പരിപ്പ് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമുക്ക് പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. കുറച്ച് ഉപ്പ് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം. പരിപ്പ് തിളച്ച് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പരിപ്പിനുള്ള കടുക് വറുത്തെടുക്കാം. എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡിയായി.
എൻ്റെ ഈ നാടൻ രീതിയിലുള്ള പരിപ്പ് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.